നാറ്റോയ്ക്ക് ബദലായിക്കൊണ്ട് അതിമാരക ആയുധങ്ങളുമായിട്ട് ഒരു സഖ്യം, ആ സഖ്യത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ആ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് റഷ്യ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2026 റഷ്യ CSTOയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന വിവിധ രാജ്യങ്ങളുടെ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് പുടിൻ എത്തുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പുടിൻ തന്നെയാണ് ഇപ്പോൾ ആ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം, അതായത് സഖ്യ രാജ്യങ്ങൾക്കെല്ലാം മാരകമായ ആധുനിക ആയുധങ്ങൾ നൽകും, അതിനുവേണ്ട പരിശീലനം നൽകും, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുടിൻ 2026 ഇതിൻ്റെ അധ്യക്ഷനായി വരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ബഹുധ്രുവ ലോകത്ത് കൂട്ടായ ഒരു സുരക്ഷ അല്ലെങ്കിൽ കൂട്ടായ ഒരു സംവിധാനം, സെക്യൂരിറ്റി സംവിധാനം ആവശ്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ് ശ്രദ്ധേയം, ഭീകരവിരുദ്ധ തന്ത്രങ്ങൾക്ക് ഒരു സഖ്യം അനിവാര്യമാണ് എന്ന് കൂടി പറയുമ്പോൾ ഇന്ത്യ ഈ സഖ്യത്തിന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കൂടി ഏവരും ഉറ്റു നോക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി റഷ്യ പങ്കിടുന്ന കാര്യങ്ങൾ തന്നെയാണ് പുടിൻ വീണ്ടും പറയുന്നത്. പ്രതിരോധ, സൈബർ സുരക്ഷ, ജൈവ സുരക്ഷ എന്നിവയും റഷ്യ അതിന് എല്ലാവിധ പിന്തുണയും സഹായവും മറ്റു സഖ്യരാജ്യങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ മേഖലയിൽ ഈ രാജ്യങ്ങളുമായി സംയുക്തമായിട്ട് പ്രവർത്തിക്കുകയും നാറ്റോയിലും മറ്റും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും പുടിൻ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുന്നു. തനിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് ഏഷ്യയിൽ ഒരു ശക്തി എന്ന് തന്നെയാണ് പുടിൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം യൂറോപ്പിന് ബദലാകാൻ ഇവിടെ ഒരു സുരക്ഷാ സഖ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് കൂടി പുടിൻ പറയുമ്പോൾ 2026 ഒരു പുതിയ മുഖവുമായി കൂടുതൽ രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് റഷ്യ നാറ്റോയ്ക്ക് ബദലായി ഒരു സഖ്യത്തിന് ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ആത്യന്തികമായ കണ്ടന്റ്. ന്യൂസ് ഡെസ്ക്.